പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. നമ്മൾ മുമ്പെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ആദ്യം നമ്മൾ എന്താണ് അക്കൗണ്ടിങ് എന്ന് പഠിച്ചു. അതിനുശേഷം ബേസിക് ടേംസ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു ബേസിക് ടേംസ് അക്കൗണ്ടിങ്ങിന്റെ? അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം. ഇതായിരുന്നു 5 ബേസിക് ടേംസ്. അതിനുശേഷം നമ്മൾ ഒരു ട്രാൻസാക്ഷൻ തന്നാൽ എങ്ങനെ അതിൽ നിന്ന് അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്യാമെന്ന് പഠിച്ചു. അതിനുശേഷം ഐഡന്റിഫൈ ചെയ്ത അക്കൗണ്ട്സിന്റെ ഗ്രൂപ്പ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് പഠിച്ചു. ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഇത് അടുത്ത സ്റ്റെപ്പാണ്. ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, ജേണൽ പ്രിപ്പയർ ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അപ്പോ എന്താണ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് വെച്ചാൽ കൂടുകയോ കുറയോ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഇത് പഠിക്കാം. ആദ്യത്തെ എക്സാമ്പിൾ, പർച്ചേസ് ഫർണിച്ചർ ബൈ ക്യാഷ്. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു ഇതിൽ 2 അക്കൗണ്ട്സ്. ആദ്യം എന്താ ചെയ്യേണ്ടത്? 2 അക്കൗണ്ട്സ് ഐഡന്റിഫൈ ചെയ്യാൻ. ഏതൊക്കെയാണ് ഇതിലെ അക്കൗണ്ട്സ്? ഏതൊക്കെയാണ്? ഒന്ന് ഫർണിച്ചർ, ഒന്ന് ക്യാഷ്. പർച്ചേസ് അക്കൗണ്ട് വരുമോ? ഈ പർച്ചേസ് അക്കൗണ്ട് വരുമോ? ഇല്ല. കാരണം എന്താ? ഇത് ഗുഡ്സ് അല്ല. ഗുഡ്സ് ആണെങ്കിൽ മാത്രമേ പർച്ചേസ് അക്കൗണ്ട് എന്നിട്ട് വരുള്ളൂ. ഇത് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ, മെഷീനറി, ഇതൊക്കെ അവിടെ എന്താണ് ഉള്ളത് അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് അക്കൗണ്ടിലെ? ഒന്ന് ഫർണിച്ചർ, അടുത്തത് ക്യാഷ് അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് എന്താണ്? ഫർണിച്ചർ എന്താണ്? ബിസിനസ്സിന് ഒരു വാല്യൂ ഉള്ള ഒരു വസ്തുവാണ്. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു അസറ്റ് ആണ്. ക്യാഷും ബിസിനസിന്റെ വാല്യൂ ഉള്ള ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അസറ്റ് എന്ന ഗ്രൂപ്പിലാണ് ഇത് രണ്ടും പെടാൻ. ഇനി അടുത്തതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അതായത് ഇൻക്രീസ് ഓർ ഡിക്രീസ്. എന്താണ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? കൂടുകയോ കുറയോ? അതായത് ഇപ്പൊ ഫർണിച്ചർ നമ്മൾ മേടിച്ചു ബിസിനസ്സിൽ ഫർണിച്ചർ മേടിച്ചാൽ ഫർണിച്ചർ കൂടുകയാണ് ചെയ്യാൻ ബിസിനസ്സിൽ, അല്ലെങ്കിൽ കുറയാണ് ചെയ്യുന്നത്? നിങ്ങളിപ്പോ വീട്ടിലൊരു ഫർണിച്ചർ മേടിച്ചു. വീട്ടിൽ ഫർണിച്ചർ കൂടുകയാണ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറയാണ് ചെയ്യാൻ? തീർച്ചയായിട്ടും കൂടുക ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താ ഇവിടെ കൂടുന്നത്? ഫർണിച്ചറാണ്. പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുന്നത് ഫർണിച്ചറാണ്. എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ ഫർണിച്ചർ മേടിക്കുന്നത്? ക്യാഷ് കൊടുത്തിട്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്? നിങ്ങളുടെ കയ്യിൽ കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് ഫർണിച്ചറാണ്. കുറയുന്നതോ ഡിക്രീസ് ചെയ്യുന്നതോ? ക്യാഷും. ഈ സിമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചോ. ഇൻക്രീസ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ ഇതാണ്, ഡിക്രീസിന് ഈ സിമ്പിൾ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പൊ ഈ അക്കൗണ്ട് നമ്മൾ പഠിച്ചില്ലേ? ഇതെങ്ങനെ, ഇതിൽ നിന്ന് എങ്ങനെ ആദ്യം അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്തു, പിന്നെ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്തു, പിന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ. ഇപ്പോൾ പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. അടുത്ത എക്സാമ്പിൾ ആണ്. ഈ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആദ്യം എന്താ ചെയ്യേണ്ടത്? അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ ആണ്. ആ സ്റ്റെപ്പ് എപ്പോൾ ഓർമ്മ വേണം? ആദ്യം അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ, അത് എത്ര അക്കൗണ്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. പിന്നെന്താണ്? ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ. പിന്നെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന ഇൻക്രീസ് ഓർ ഡിക്രീസ്, കൂടുകയാണോ കുറയുന്നതാണോ കണ്ടുപിടിക്കുക. ഇതൊക്കെ എന്താണ്? ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് ഇതൊക്കെ. മനസ്സിലായോ? ഇവിടുന്ന് മാറ്റാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പറ, ഇവിടെ എന്തായിരിക്കും വരാൻ? എന്ത് അക്കൗണ്ട് ആയിരിക്കും വരാൻ? അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ട് ആയിരിക്കും? പർച്ചേസ് അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ ഗുഡ്സ് അക്കൗണ്ട് ആണോ? ഞാൻ ആദ്യത്തെ ക്ലാസ്സിലേ പറഞ്ഞിരുന്നു, പർച്ചേസ് ഗുഡ്സ് എന്ന് വന്നാൽ എപ്പോഴും പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതാൻ. അപ്പൊ ഇവിടെ എന്ത് അക്കൗണ്ട് ആണ്? പർച്ചേസ് അക്കൗണ്ട്. അടുത്ത അക്കൗണ്ട് ഏതാണ്?
ഇവിടെ ഉള്ളത് പർച്ചേസ് ഗുഡ്സ് മേടിച്ചു. എന്ത് കൊടുത്തിട്ട്? ക്യാഷ് കൊടുത്തിട്ട്. അപ്പോൾ അടുത്ത അക്കൗണ്ടാണ് ക്യാഷ് അക്കൗണ്ട്. ഈ പർച്ചേസ് അക്കൗണ്ട് എന്താണ്? പർച്ചേസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഇപ്പൊ ഗുഡ്സ് നിങ്ങൾ മേടിച്ച നിങ്ങളുടെ കയ്യിലുള്ള ഗുഡ്സ് കൂടുകയാണോ ചെയ്യുന്നത്, കുറയുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഗുഡ്സ് കൂടുകയാണ് ചെയ്യുന്നത്. സോറി, അതിനു മുമ്പ് എന്താണ് ഈ പർച്ചേസ് അക്കൗണ്ട്? ഏത് ഗ്രൂപ്പിലെ പെടാൻ? നിങ്ങൾ മേടിക്കുന്നത് ഗുഡ്സ് ആണ്. അതായത് ബിസിനസ്സിന് വാല്യൂ ഉള്ള ഒരു വസ്തുവാണ് ഗുഡ്സ്. വിൽക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന സാധനമാണ് ഈ ഗുഡ്സ്. അപ്പൊ ഈ സാധനം എന്താ? വാല്യൂ ഉള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ എന്താ, ഗുഡ്സ് എപ്പോഴും അസറ്റ് ആയിരിക്കും. ക്യാഷും അസറ്റ് തന്നെ, നമ്മൾ ആദ്യം പഠിച്ചിരുന്നു. ഇതിൽ അടുത്ത സ്റ്റെപ്പ് ഏതാ? ഇൻക്രീസ് ഓർ ഡിക്രീസ്. നിങ്ങൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പൊ നിങ്ങളെ കമ്പനി, അതായത് ബിസിനസ്സിൽ ഗുഡ്സ് കൂടുകയാണോ ചെയ്യുന്നത്, കുറയാണോ ചെയ്യുന്നത്? നമ്മൾ മേടിക്കുന്തോറും കൂടുകയാണോ ചെയ്യുന്നത്, അല്ലെ കുറയുകയാണോ ചെയ്യുന്നത്? ഗുഡ്സ് തീർച്ചയായിട്ടും കൂടുക ചെയ്യുന്നത്. നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. നിങ്ങളിപ്പോ ഓരോ സമയത്തും ഓരോ സാധനം മേടിക്കുമ്പോൾ നിങ്ങളെ ക്യാഷ് കുറയാണോ ചെയ്യുന്നത്, കൂടുകയാണോ ചെയ്യുന്നത്? നിങ്ങളിപ്പോ ഇന്ന് 5 റുപ്യക്ക് സാധനം മേടിച്ചു, പിന്നെ 10 റുപ്യക്ക് മേടിച്ചു. നിങ്ങൾ ഓരോ സമയത്തും പൈസ ചെലവാക്കി സാധനം മേടിക്കുമ്പോൾ നിങ്ങളെ കയ്യിലുള്ള ക്യാഷ് കുറയാണോ ചെയ്യുന്നത്, കൂടുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും കുറയുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കുറയുക, ഡിക്രീസ്. ഇതുവരെ മനസ്സിലായില്ലേ? ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ്. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. സാലറി പെയ്ഡ് ബൈ ക്യാഷ്. ഇതിൽ എത്ര അക്കൗണ്ട് ഉള്ളത്? ഒന്ന് സാലറി അക്കൗണ്ട്. അടുത്തതോ? ഒരു കാര്യം ഇവിടെ വെക്കും. ഒന്ന് സാലറി അക്കൗണ്ട്. അടുത്തേതാണ്? സാലറി കൊടുത്തു. എന്ത് വെച്ചിട്ടാ കൊടുത്ത? ക്യാഷ്. അപ്പൊ അടുത്തത് ക്യാഷ് അക്കൗണ്ട്. സാലറി അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്. ഇനി അടുത്ത ഇതിന്റെ ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കലാണ്. ക്യാഷിന്റെ ഓൾറെഡി നമുക്കറിയാം അസറ്റ് ആണെന്ന്. സാലറി അക്കൗണ്ട്, ഇവിടെ സാലറി പെയ്ഡ് ആണ്. സാലറി കൊടുക്കുകയും ചെയ്തത്. അതായത് കമ്പനി, നിങ്ങളൊരു ബിസിനസ് നടത്തുന്നതാണ്. നിങ്ങളെ കമ്പനിയിൽ നിന്ന് നിങ്ങളെ ജോലിക്കാർക്ക് നിങ്ങൾ സാലറി കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഓരോ മാസം ഓരോ പ്രാവശ്യം സാലറി കൊടുക്കുമ്പോൾ എന്താ, സാലറി ഇങ്ങനെ കൂടി വരെ. സോറി, ഇത് സാലറി എന്താണെന്ന്, ഏത് ഗ്രൂപ്പിലാണെന്ന് ആദ്യം പഠിക്കണ്ടേ. സാലറി പെയ്ഡ് ആണ്, സാലറി കൊടുക്കുക ചെയ്യുന്നത്. അത് ബിസിനസ്സിന് എന്താണ്? ഒരു ഇൻകം ആണോ? അതായത് വരവാണോ, വരുമാനമാണോ ബിസിനസ്സിന് സാലറി ഇങ്ങനെ കൊടുക്കുന്നത്? അല്ല, ബിസിനസ്സിന് ചെലവാണ് സാലറി ഇങ്ങനെ കൊടുക്കുന്നത് എംപ്ലോയീസിന്. അതുകൊണ്ട് തന്നെ എന്താ, സാലറി എപ്പോഴും എക്സ്പെൻസ് ആണ്, സാലറി പെയ്ഡ്. ഇനി അടുത്തത് എന്താ? അടുത്ത സ്റ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ക്യാഷ് സാലറി കൊടുത്തുകൊണ്ടേ നിൽക്കുന്നത്. സാലറി ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ സാലറി കൊടുക്കുന്നു. ഇപ്പൊ ഈ മാസം 10,000 കൊടുത്തു, അടുത്ത മാസം 10,000, അപ്പൊ ടോട്ടൽ 20,000. പിന്നെ അതിന്റെ അടുത്ത മാസം 10,000, അപ്പൊ ടോട്ടൽ 30,000. ഓരോ പ്രാവശ്യം സാലറി കൊടുക്കുമ്പോൾ സാലറി എന്താ, കൂടിക്കൊണ്ടേ നിൽക്കുന്നു. സാലറി പെയ്ഡ് എന്നുള്ള കാര്യം, സാലറിനെ കൂടിക്കൊണ്ടേ നിൽക്കുക ചെയ്യുന്നത്. സാലറി എന്ന എക്സ്പെൻസ്. അതുകൊണ്ട് എന്താ, സാലറി ഇൻക്രീസ് ആണ്. അതുപോലെ തന്നെ ക്യാഷ്. നിങ്ങൾ ഓരോ തവണ ക്യാഷ് കൊടുക്കുമ്പോഴും നിങ്ങളെ ബിസിനസ്സിലുള്ള ക്യാഷ് കുറഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ ചെയ്യുന്നത്, അല്ലെ കൂടിക്കൊണ്ട് നിൽക്കുകയാണോ ചെയ്യുന്നത്? അല്ല, തീർച്ചയായിട്ടും ചെലവുണ്ടാകുന്ന നേരം ക്യാഷ് കുറഞ്ഞുകൊണ്ട് നിൽക്കുക ചെയ്യാൻ. അതുകൊണ്ട് എന്താ, ഇവിടെ ഡിക്രീസ് ആണ്. മനസ്സിലായോ? ഡിക്രീസ്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ ചെയ്യാം. കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ്. കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ്, അതായത് ബിസിനസ്സിന് കമ്മീഷൻ കിട്ടി. റിസീവ്ഡ് എന്ന് വെച്ചാൽ കിട്ടിയെന്നാണ്. റിസീവ്ഡ് ബൈ ക്യാഷ്. എന്തായിട്ടാ കിട്ടിയത്? ക്യാഷ് ആയിട്ടാ കിട്ടിയത്. കമ്മീഷൻ കിട്ടി, എന്തായിട്ട് കിട്ടിയത്? ക്യാഷ് ആയിട്ട്. അപ്പോൾ എത്ര അക്കൗണ്ട് ഇതിലുള്ളത്? അത് അക്കൗണ്ട് ഐഡന്റിഫിക്കേഷൻ ചെയ്യാം. ഒന്ന് കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട്, പിന്നെ അടുത്ത ക്യാഷ് അക്കൗണ്ട്. കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട്, പിന്നെ ക്യാഷ് അക്കൗണ്ട്. അടുത്ത സ്റ്റേജ് എന്താ? ഇതിന്റെ ഗ്രൂപ്പ് കണ്ടെത്തുക. ക്യാഷ് ഓൾറെഡി അസറ്റ് ആണെന്ന് അറിയാം. അടുത്തത് കമ്മീഷൻ റിസീവ്ഡ് എന്ന് പറയുന്നത്, അതായത് കമ്മീഷൻ ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ കമ്മീഷൻ കിട്ടിക്കൊണ്ടേ നിൽക്കുന്നത്. കമ്മീഷൻ
കിട്ടിയാൽ എന്താണ് ബിസിനസ്സിന് എന്താണ് അതൊരു വരുമാനമാണ് ബിസിനസ്സിന്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് എപ്പോഴും ഇൻകം എന്ന ഗ്രൂപ്പിലായിരിക്കും. അത് നമ്മൾ ആദ്യം ബേസിക് ടേംസ് പഠിച്ചിരുന്നു. അസറ്റ്, എക്സ്പെൻസ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം. അഞ്ചാമത്തേതാണ് ഇൻകം. അപ്പൊ കമ്മീഷൻ റിസീവ്ഡ് എന്ന് വെച്ചാൽ ബിസിനസിന്റെ ഒരു വരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഇൻകം എന്ന കാറ്റഗറിയിലാണ് കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് വിടാൻ. ഇനി അടുത്ത സ്റ്റേജ് എന്താ? ഇൻക്രീസ് ഓർ ഡിക്രീസ്. കമ്മീഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്നു ബിസിനസ്സിൽ. കമ്മീഷൻ റിസീവ്ഡ് ആണല്ലോ, കമ്മീഷൻ ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്നു. കമ്മീഷൻ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ബിസിനസിന്റെ വരുമാനം കൂടിക്കൊണ്ടല്ലേ നിൽക്കുന്നത്. അതായത് ഇപ്പൊ ഒരു 10 റുപ്യ കിട്ടി, പിന്നെ ഒരു 10 കിട്ടി, പിന്നെ ഒരു 20 കിട്ടി, ഇങ്ങനെ കൂടിക്കൂടി കൊണ്ടേന്നില്ല നിൽക്കുന്നത്. അതായത് ഇപ്പം 10 കിട്ടിയ 10,000 കിട്ടി ശേഷം പിന്നെ 10,000, അങ്ങനെ ടോട്ടൽ 20,000 കിട്ടി, വീണ്ടും 10,000 കിട്ടി, 30,000 കൂടിക്കൊണ്ടേ നിൽക്കുന്നത്. കമ്മീഷൻ റിസീവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ ഇത് ഇൻക്രീസ് ആണ്. ഇനി അടുത്തത് ക്യാഷ്. ക്യാഷ് എന്താ ചെയ്യുന്നത്? കമ്മീഷൻ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഇൻകം ഇങ്ങനെ കൂടിക്കൊണ്ടേ നിൽക്കുന്നു. അപ്പൊ കയ്യിലുള്ള ക്യാഷ് എന്താ? കയ്യിലുള്ള ക്യാഷും കൂടിക്കൊണ്ടേ നിൽക്കും. മനസ്സിലായോ? ഇപ്പൊ ഇത് കണ്ട, രണ്ട് സ്ഥലത്തും കൂടി. നമ്മൾ ഇത്ര നേരം പഠിച്ചത് ഏതെങ്കിലും ഒന്ന് കൂടും, മറ്റത് കുറയും. പക്ഷെ ഇത് നോക്കിയാ ഇവിടെ രണ്ടും കൂടി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഇതിലെന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്? ഇല്ല, നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കരുത്. അതായത് ഒരു പ്രാവശ്യം കൂടി എന്തായാലും കുറയണമെന്നില്ല. ചില ട്രാൻസാക്ഷനിൽ രണ്ടും കൂടും, ചില ട്രാൻസാക്ഷനിൽ രണ്ടും കുറയും. ഓക്കെ, അങ്ങനെയാണിത്. ഒരു പ്രാവശ്യം കൂടി എന്ന് വെച്ചിട്ട് അടുത്ത പ്രാവശ്യം കുറയണമെന്നില്ല. ഓക്കെ, അങ്ങനെ വിചാരിച്ചിട്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യരുത്, തെറ്റും. ഇനി അടുത്തതാണ് പർച്ചേസ് ഗുഡ്സ് ഫ്രം ABC ട്രേഡേഴ്സ്. ഈ ട്രാൻസാക്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇതിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല, പകരം പാർട്ടിയുടെ പേരാ വന്നത്. അതായത് പർച്ചേസ് ഗുഡ്സ്, നമ്മൾ ബിസിനസ് പർച്ചേസ് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ആരിൽ നിന്ന്? ഫ്രം ABC ട്രേഡേഴ്സ്. ABC ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, ഏതൊരു കമ്പനിയിൽ നിന്ന് നമ്മളെ ബിസിനസ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അതായത് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ? വിൽക്കാൻ വേണ്ടി മേടിക്കുന്ന വസ്തുവാണ് ഗുഡ്സ്. അത് പർച്ചേസ് ചെയ്തു. പക്ഷെ ഇവിടെ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല, അതായത് ക്യാഷ് കൊടുത്തിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? ഇത് കടത്തിന് മേടിച്ചത്. കടത്തിന് മേടിക്കുന്ന പർച്ചേസ് എന്താ പറയാണ്? ക്രെഡിറ്റ് പർച്ചേസ്. മനസ്സിലായോ? അതിനാണ് പറഞ്ഞത് ക്രെഡിറ്റ് പർച്ചേസ്. അതുകൊണ്ട് തന്നെ എന്താ, ABC ട്രേഡേഴ്സ് നമ്മുടെ ബിസിനസ്സിന് ഒരു ക്രെഡിറ്റർ ആണ്. അതായത് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. മനസ്സിലായോ? ബിസിനസിന്റെ ഒരു ലയബിലിറ്റി ആണ് ഇത്, ABC ട്രേഡേഴ്സ്. അതായത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിന്ന് കടത്തിന് സാധനം മേടിച്ചാൽ ഇന്നോ നാളെ നമ്മൾ തിരിച്ച് പൈസ കൊടുക്കണ്ടേ? ക്രെഡിറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പൈസ മേടിച്ചു, കടത്തിന് മേടിച്ചു, ഇനി നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനില്ലേ, അയാളെയാണ് പറയുന്നത് ക്രെഡിറ്റർ. ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. ക്രെഡിറ്റർ നിങ്ങൾ പഠിച്ചു. നമ്മൾ ആർക്കാണ് കടം മേടിച്ചിട്ട് ഇനി കടം വീട്ടാനുള്ളത്, അതാണ് ക്രെഡിറ്റർ. ക്രെഡിറ്റർ എപ്പോഴും ലയബിലിറ്റി ആയിരിക്കും. ഇനി അടുത്തതാണ് ഡെറ്റർ. എന്താണ് ഡെറ്റർ? ഡെറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് സാധനം മേടിച്ചു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ട്. എന്താ? അത് നമുക്കൊരു ലാഭമുള്ള ഒരു പരിപാടിയല്ലേ. അതായത് നമുക്കൊരു വാല്യൂ ഉള്ള ഒരു വസ്തുവാണ്, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ടെന്ന് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താ, ഡെറ്റർ എപ്പോഴും അസറ്റ് ആയിരിക്കും. ഇത് മനസ്സിലായില്ലേ? ക്രെഡിറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഇനി അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. അത് അയാളോ അല്ലെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ. അതായത് നമ്മളൊരു വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിന് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് ക്രെഡിറ്റർ. ഒരു വ്യക്തിയോ ഒരു സ്ഥാപനം നമുക്ക് പൈസ തരാനുണ്ട്, നമ്മളെ ബിസിനസ്സിലേക്ക് പൈസ തരാനുണ്ട്, അതാണ് ഡെറ്റർ. മനസ്സിലായോ? ക്രെഡിറ്റർ ലയബിലിറ്റി ആണ്. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്, അത് നമുക്കൊരു ബാധ്യതയല്ലേ, അതാണ് ലയബിലിറ്റി. ഡെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ട്, നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നുണ്ട്, അതൊരു വാല്യൂ ഉള്ള ഒരു വസ്തുവല്ലേ. അപ്പോൾ അത് അസറ്റ് എന്ന ഗ്രൂപ്പിലേക്ക് പെടാൻ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം.
ഓക്കെ, നമുക്ക് ഇതിന്റെ ബാക്കി ചെയ്യാം. ഇപ്പൊ പർച്ചേസ് ഗുഡ്സ്, ആദ്യം എന്താ ചെയ്യേണ്ടത്? അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യാം. ഏതൊക്കെ അക്കൗണ്ടുള്ള? പർച്ചേസ് അക്കൗണ്ട്, ABC ട്രേഡേഴ്സ് അക്കൗണ്ടും. പർച്ചേസ് അക്കൗണ്ട്. അടുത്തത് ABC ട്രേഡേഴ്സ്. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് മേടിച്ചു. ഗുഡ്സ് മേടിച്ചാൽ അതെന്താണ്? ഒരു അസറ്റാണ് കമ്പനിക്ക്. ഗുഡ്സ് ഒരു അസറ്റ് അല്ലേ, വാല്യൂ ഉള്ള ഒരു വസ്തു അല്ലേ. ഗുഡ്സ് മേടിച്ച് വെച്ചാൽ അതൊരു അസറ്റാണ് കമ്പനിന്റെ, അല്ലെ ബിസിനസിന്റെ. പിന്നെ ABC ട്രേഡേഴ്സ്. ABC ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മളെ ക്രെഡിറ്ററാണ്. അത് നമ്മളങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. അത് നമ്മളൊരു ബാധ്യതയല്ലേ. ബാധ്യതകൾ ഏത് ഗ്രൂപ്പിലാണ് പെടാന്? ലയബിലിറ്റി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇൻക്രീസ് ഓർ ഡിക്രീസ്. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പൊ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ നമ്മളെ കയ്യിലുള്ള ഗുഡ്സ് കൂടുകയാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്? നമ്മളിപ്പം ഗുഡ്സ് മേടിച്ചു, അപ്പൊ നമ്മളെ കയ്യിലുള്ള ഗുഡ്സ് കൂടുകയാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും കൂടുക ചെയ്യുന്നത്. അപ്പൊ അത് ഇൻക്രീസ് ആണ്. പിന്നെ ABC ട്രേഡേഴ്സ്, അതായത് നമ്മളെ കടക്കാരൻ, അതായത് നമ്മളങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ട്. നമ്മൾ അവിടുന്ന് കടത്തിനെ മേടിച്ചത്. നമ്മളിപ്പം കടത്തിന് മേടിച്ചതുകൊണ്ട് തന്നെ നമ്മളെ ലയബിലിറ്റി, നമ്മളെ ബാധ്യത കൂടുകയാണ് ചെയ്തത്, കുറയാണ് ചെയ്തത്? നിങ്ങൾ ഓരോ തവണ നിങ്ങളിങ്ങനെ കടത്തിന് സാധനം മേടിക്കുമ്പോൾ നിങ്ങളെ ബാധ്യത കൂടുകയാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. സോൾഡ് ഗുഡ്സ് ടു രാഹുൽ. ഇതിലെന്താ പറയുന്നത്? സോൾഡ് ഗുഡ്സ് ടു രാഹുൽ. രാഹുലിന് സാധനം വിറ്റു. അതായത് നമ്മളിപ്പോ നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്തത്, മേടിക്കുക ചെയ്തത്. ഇപ്പൊ നമ്മൾ നേരെ ഓപ്പോസിറ്റ്, നമ്മൾ മേടിച്ച സാധനം വിൽക്കുക ചെയ്യുന്നത്. രാഹുലിന് സാധനം വിറ്റു. ഇവിടെ രാഹുലിന് വരാൻ കാരണം എന്താ? ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഫുൾ പേയ്മെന്റോടുകൂടി രാഹുൽ മേടിച്ചതാണ്. രാഹുൽ എന്നുള്ള പേര് വരില്ല, ക്യാഷ് എന്നേ വരുള്ളൂ. കാരണം ഫുൾ പേയ്മെന്റ് ചെയ്തു. പക്ഷെ ഇത് കടത്തിനാന്ന് രാഹുൽ നമ്മുടെ അടുത്ത് സാധനം മേടിച്ചത്. അതുകൊണ്ട് എന്താ? രാഹുൽ എന്ന പേര് വന്നു. മനസ്സിലായോ? അതായത് രാഹുൽ കടത്തിന് നമ്മുടെ അടുത്ത് സാധനം മേടിച്ചോണ്ട് തന്നെ നമ്മള് അക്കൗണ്ട്സ് ബുക്കിൽ രാഹുൽ ഇനി പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെക്കാൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവിടെ പേര് വരുന്നത്. നേരത്തെ അതുപോലെ തന്നെ ABC ട്രേഡേഴ്സ്, നമ്മൾ നേരത്തെ സാധനം പർച്ചേസ് ചെയ്തപ്പോൾ നമ്മൾ കടത്തിനാണ് മേടിച്ചത്. ഇനി നമ്മൾ ABC ട്രേഡേഴ്സിന് പൈസ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അക്കൗണ്ട്സ് ബുക്കിൽ എഴുതി വെക്കാൻ. മനസ്സിലായോ? സോൾഡ് ഗുഡ്സ് ടു രാഹുൽ. ഇതില് രാഹുൽ എന്ന പേര് വന്നു. അതുകൊണ്ട് എന്താ? രാഹുൽ നമ്മളടുത്ത് കടത്തിന് സാധനം മേടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതെന്താ? ഇത് ക്രെഡിറ്റ് സെയിലാണ്. നേരത്തെ ക്രെഡിറ്റ് പർച്ചേസ് ആയിരുന്നു. കാരണം ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത് കടത്തിന് സാധനം മേടിച്ചു, അത് ക്രെഡിറ്റ് പർച്ചേസ്. മനസ്സിലായോ? ക്രെഡിറ്റ് പർച്ചേസ്. പക്ഷെ ഇപ്പോൾ ഉള്ളത് ക്രെഡിറ്റ് സെയിലാണ്. കാരണം സാധനം വിൽക്കുക ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത്? ക്രെഡിറ്റ് സെയിലാണ്. അതായത് കടത്തിന് സാധനം വിറ്റു, അതാണ് ക്രെഡിറ്റ് സെയിൽ. ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? സോൾഡ് ഗുഡ്സ്. സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു സെയിൽസ് അക്കൗണ്ട് എന്നാ വരാനാണ്. സെയിൽസ് അക്കൗണ്ട് ടു രാഹുൽ. ഇനി അടുത്ത അക്കൗണ്ട് രാഹുൽ. സെയിൽസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ സാധനം വിറ്റു. സാധനം വിറ്റാ എന്താ കിട്ടാൻ? ഇൻകം. ഇൻകം എന്ന ഗ്രൂപ്പിലാണ് പെടാൻ. അതുകൊണ്ട് തന്നെ ഇത് ഇൻകം. അതിന് രാഹുൽ അക്കൗണ്ട്. രാഹുൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഡെറ്റർ ആണ്. അതായത് നമുക്ക് അയാളിൽ നിന്ന് ഇനി പൈസ കിട്ടാനുണ്ട്. നമുക്കിനി പൈസ കിട്ടാനുണ്ട്, അതൊരു വാല്യൂ ഉള്ള വസ്തു അല്ലേ. അതുകൊണ്ട് തന്നെ എന്താ? ഡെറ്റർ എപ്പോഴും അസറ്റ് ആയിരിക്കും. മനസ്സിലായോ? അതായത് രാഹുൽ എന്ന് വെച്ചാൽ നമ്മുടെ ഡെറ്റർ ആണ്. നമുക്ക് ഇനി അയാൾക്ക് നിന്ന് പൈസ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അസറ്റ് എന്ന ഗ്രൂപ്പിലാണ് പെടാൻ. ഓക്കെ, ഇനി അടുത്ത എന്താ? ഇൻക്രീസ് ഓർ ഡിക്രീസ്. നമ്മളിപ്പോ സെയിൽസ്, അതായത് സോൾഡ് ഗുഡ്സ്, നമ്മളിപ്പോ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ സാധനം വിറ്റുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ നമ്മൾ ഇൻകം കൂടുകയാണ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്?
സാധനം വിൽക്കാന്ന് വെച്ചാൽ എന്താ, കച്ചവടം കൂടുകയാണ് ചെയ്യുന്നത്. കച്ചവടം കൂടുന്തോറും വരുമാനം കൂടും, സ്വാഭാവികം. അപ്പൊ എന്താ, ഇൻകം കൂടുക ചെയ്യുന്നത്. മനസ്സിലായോ? എന്റെ അടുത്ത രാഹുൽ അക്കൗണ്ട്. രാഹുൽ നമ്മുടെ അടുത്ത സാധനം ഇങ്ങനെ മേടിച്ചോണ്ടേക്കാം കടത്തിന്. അപ്പൊ നമ്മളെ അസറ്റ് കൂടിക്കൊണ്ടല്ലേ നിൽക്കുന്നത്. അതായത് രാഹുൽ ഇനിയും നമുക്ക് ഇങ്ങനെ പൈസ തരാനുണ്ട്, കൂടിക്കൊണ്ടേ നിൽക്കും. അതുകൊണ്ട് തന്നെ എന്താ, രാഹുലും അസറ്റ് ആണ്, അല്ലെ ഇൻക്രീസ് ആണ്. മനസ്സിലായോ? ഓക്കെ.